ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് കണ്ടാലോ. ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ചകളൊക്കെ പുറത്തുണ്ട്, ഗുണ്ടുവിനെ പേടിച്ചിട്ടാണേ. അപ്പോൾ അമ്മ പാല് മേടിക്കാൻ പോകുമ്പം ഇതാ തൊടലി കയ്യിലെടുത്തതും ഗുണ്ടു ഓടി അമ്മയുടെ അടുത്ത് പോയി. കാരണം ഞങ്ങൾ ഗുണ്ടുവിനെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഈ ചെയിൻ ഇടാറുള്ളൂ അവനെ. അതുകൊണ്ട് അവൻ്റെ വിചാരം ഞങ്ങൾ തൊടലിട്ട അവനെ പുറത്ത് കൊണ്ടുപോകും, ഇങ്ങനെ കറങ്ങാൻ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് അവൻ കണ്ടോ എത്ര സന്തോഷത്തോടെ ചെയിൻ ഇടാൻ വേണ്ടി നിൽക്കണുണ്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഗുണ്ടുവിനൊരു ബെൽറ്റൊക്കെ മേടിച്ച്, കാരണം മറ്റേ ബെൽറ്റ് അവൻ കടിച്ച് തിന്നു ഗൈസ്. അതുകൊണ്ട് ഇനി പുതിയ ബെൽറ്റൊക്കെ മേടിക്കണം. സത്യം പറഞ്ഞാൽ ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഈവനിങ് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ ഇട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങളായി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫുൾ വീഡിയോ ഇടാം. അമ്മ പറഞ്ഞു നമുക്ക് 3 മിനിറ്റിലെ വീഡിയോ ഇട്ടാൽ മതി, അതാകുമ്പം അതാ എളുപ്പമെന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ നിന്നു. പക്ഷെ നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ. അപ്പം പാല് മേടിക്കാൻ വേണ്ടി ആദ്യമേ വണ്ടിയിൽ പോയി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ സീറ്റാണത്. ഞങ്ങൾക്ക് കാല് വയ്ക്കേണ്ട സ്ഥലമല്ല, അവൻ ഇരിക്കുന്ന സീറ്റാണ് ഇപ്പോൾ അത്. പിന്നെ അവൻ്റെ സന്തോഷം കണ്ടോ. അവന് പുറത്തൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അങ്ങനെ അധികം ഞങ്ങളങ്ങനെ പുറത്തും വിടാറില്ല അവനെ. പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരെങ്കിലും കൂടെ കാണും. പിന്നെ ഈ ഇടയ്ക്കല്ലേ മറ്റെന്തൊക്കെയോ കേസ് വന്നിട്ട് പിന്നെ ഒട്ടും പുറത്തു വിടാണ്ടായി. അവനിപ്പോൾ വീട്ടിൽ തന്നെയാണ്. പിന്നെ ഇവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കുഞ്ഞിപ്പൂച്ച പുറത്തുണ്ട് കേട്ടോ. അപ്പം അത്രയും നേരം ഓക്കെ നമ്മൾ പുറത്തു പോകാൻ സന്തോഷത്തോടെ ഇരുന്ന ചെറുക്കനാണ് ആ പൂച്ചക്കുട്ടികളെ നോയിക്കൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പാലൊക്കെ മേടിച്ചത് അമ്മ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് അട ഉണ്ടാക്കണമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അതിനുവേണ്ടി ഇല കൊണ്ടുവന്നതാണ് ആ 2 എണ്ണം പുറത്ത് കിടക്കുന്നത്. പിന്നെ ഗുണ്ടു വീട്ടിൽ എത്തിയിട്ടും ആ കുഞ്ഞിപ്പൂച്ചകളെ കാര്യം തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, അവിടെ ഉണ്ടോ ആൾക്കാരുണ്ടോ എന്നൊക്കെ. പിന്നെ അവനെ കെട്ടഴിച്ച് അവൻ തന്നെ ഇരുന്ന് തരും. തൊടലിൻ്റെ കേസ് നമ്മൾ പഠിപ്പിച്ചല്ല കേട്ടോ. സംഭവം ഇവ എന്നും തൊടൽ പുറത്ത് പോകുമ്പോൾ ഇട്ടും അങ്ങനെ ഊരിയൊക്കെ പഠിച്ചതാണ്. അങ്ങനെ ഞാൻ പണ്ടൊക്കെ ഒരുപാട് കുഞ്ഞു ശീലങ്ങളൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവനൊന്നും എനിക്ക് അങ്ങനെ ട്രെയിനിങ് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളെ കുഞ്ഞിപ്പൂച്ചകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ആണെങ്കിൽ ഇവനെ പേടിച്ച് എവിടെ കൂടിയൊക്കെ പോട്ടെ എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം ഇവൻ ഗേറ്റിൻ്റെ പുറത്ത് കുട്ടികൾ നിന്നാൽ ഇവൻ ഗേറ്റിൻ്റെ പുറത്തുകൂടി എത്തി ഒളിഞ്ഞു നോക്കി അവിടെ നിന്ന് കുരയ്ക്കും. അപ്പോഴത്തേക്ക് ഇത് പേടിച്ചങ്ങ് ഓടും. വീണ്ടും കുറേ കഴിയുമ്പം അവരിങ്ങനെ അടുത്തൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവന് കളിക്കാനാണ്, ഇവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് ഇനി കടിക്കാനാണോ സ്നേഹിക്കാനാണോ കൊല്ലാനാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അവർ പേടിച്ച് കണ്ട ഇതിങ്ങനെയൊക്കെയുള്ള മുകളിലൊക്കെ കയറി നിന്ന് എത്താത്ത കൊമ്പെത്ത് പോയി നിൽക്കുകയാണ്. ആള് കിട്ടരുത്, ഇനി എന്നെ പിടിക്കണം, എനിക്കൊന്ന് കാണണം എന്നുള്ള ഒരു മൈൻഡിലാണ് നമ്മളെ പൂച്ചക്കുട്ടി സാർ. അങ്ങനെ അവൻ ഇങ്ങനെ കണ്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആള് ഇപ്പുറത്ത് വീണാൽ പിന്നെ ഗുണ്ടുവിൻ്റെ കയ്യിൽ തന്നെ. പിന്നെ നമ്മുടെ കുഞ്ഞ് 2 ടിൻസ് ഉണ്ട്. 2 പേരും ഒരേ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഗുണ്ടുവിനെ ഒന്ന് കുളിപ്പിച്ചാലോ? കുളിക്കാടാ ഗുണ്ടു, ബാ. ഓടയ്ക്കല്ലോ ആയിരിക്കും അമ്മ. ഇവനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടേ നമ്മൾ ഇവനെ കുളിപ്പിക്കാറുള്ളൂ. കാരണം ഇവൻ കുളിപ്പിക്കുമ്പോഴേക്കും നമ്മളെയും കൂടെ കുളിപ്പിക്കും. പിന്നെ ഇവന് സോപ്പ് തേക്കാം, പക്ഷെ വെള്ളം ഒഴിക്കരുത്. അതാണ് അവൻ്റെ. എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന പോലെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കാം. പക്ഷെ വെള്ളം അവനകത്ത് അലർജിയാണ് ഗൈസ്. ഓ ഈ നല്ല നെറ്റിയിലെങ്ങും സൂര്യനുദിച്ചിടുന്നു, പണ്ടെന്നോ സൂര്യനുദിച്ചിടുന്നു, വാത്സല്യത്തിരെ ഈ സ്നേഹ കടലിനുള്ളിൽ ചിപ്പി മുളക്കുമല്ലോ, കരുണതൻ മുത്തുപൊഴിക്കുമല്ലോ. ഇവ ഇങ്ങനെ ഇരിക്കുമോ ഗൈസ്? ഇരിക്കും. അമ്മയാണെങ്കിൽ, നമ്മളൊക്കെ ആണെങ്കിൽ നീ വാലൊന്ന് കഴുകി തരാം. അയ്യോ, അമ്മ ഇതിപ്പം
കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കണത് പോലെ വെള്ളം കണ്ടപ്പോ ഓടുന്നു കൊണ്ടു. മതി, എനിക്കിനി കിടന്നത് മതി. അനങ്ങാതിരിക്കണവൻ. വെള്ളം മാത്രം ഒഴിക്കില്ല. ഞാൻ സോപ്പ് തേക്കാൻ വേണമെങ്കിൽ ഇരുന്ന് തരാം, പക്ഷെ വെള്ളം ഒഴിക്കില്ല. ഗുണ്ടുവിന് ഒരുപാട് പോഴ്സ് ഉണ്ട് കുളിക്കാൻ. എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് തരും സോപ്പ് തേക്കാൻ. സോപ്പ് തേക്കാൻ അവന് മടിയില്ല, പക്ഷേ കുളിക്കരുത്. അതിന് തലയിലൊന്നും വെള്ളം ഒഴിച്ചില്ല, സോപ്പ് മാത്രം തേച്ചിട്ടിരിക്കുകയാണ്. ചേട്ടാ ഒന്ന് കളിയാക്ക്. ചേട്ടാ ചേട്ടാ എവിടെ കൂട്ടം പോണാ? എന്നെ കളിയാക്കി കഴിച്ചിട്ടടി. എവിടെയും പോകുന്നോ ചേട്ടാ? കടയിൽ നിന്ന് എനിക്ക് ഇത്തിരി ശർക്കര ആവശ്യമുണ്ട്, ഇവിടെ നട ഉണ്ടാക്കാം. ആ വണ്ടി എടുക്കണേ തന്നെ, എനിക്ക് അതിനകത്ത് ഇല ഇരിക്കണേ. ഗുണ്ടുന്റെ വാലിങ്ങനെയായി. ഇരിയടാ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മതിയടി. കണ്ടോ? അയ്യോ, ചവിട്ടി. അയ്യോ നിക്ക് നിക്ക്. സോപ്പ് കറ ഉണ്ടെങ്കിൽ അവൻ കണ്ട പോവാൻ നിന്നവനാണ് തോർത്ത് കണ്ടപ്പം തിരിച്ചു വന്നത്. പോർക്കണോ? ഇപ്പത്തേക്കും അച്ഛൻ വന്നു. ശർക്കര ചേട്ടാ. അവനെ എവിടെ വെച്ച് എന്നൊന്നും ചോദിക്കരുത് ഗൈസ്, അവൻ ചാടി. അമ്മ ബാക്കിൽ നിന്ന് കുറെ നേരം തോർത്തിട്ടാട്ടി, പക്ഷെ നടന്നില്ല, അവനെ കിട്ടിയില്ല. അങ്ങനെ അച്ഛൻ എന്താ സ്പീഡിൽ പോയി ആളെ പിടിക്കാൻ നോക്കി, പക്ഷെ അവൻ എന്നെ ഇനി നാളെ പിടിക്കാന്നും പറഞ്ഞ് അവൻ ഓടിയ ഓട്ടത്തില് പുല്ല് പോലും മുടക്കൂല ഗൈസ്, അത്രയ്ക്ക് ഓട്ടമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ കിട്ടി. ബിന്ദു ആൻറ്റിയുടെ ഐഡിയ എൻ്റെ അച്ഛൻ അറിയത്തില്ലല്ലോ, അവനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ തിരിച്ചോടണമെന്ന്. അച്ഛൻ ഇവൻ ബാക്കേ ഓടിയതാണ് ഗൈസ്. പിന്നെ കുറേ ദൂരമായപ്പോൾ തന്നെ ഇത്രയും ദൂരമൊന്നും ഞാൻ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവൻ വണ്ടിയിൽ കയറി ഗൈസ്. എവിടെ നിന്ന് കിട്ടി അച്ഛനെ? അവനെ മൈൻഡ് ചെയ്യാതെ വരണം. ഇവന്റെ കാര്യം ണ്ടോ ഇന്ന് മൊത്തം കഴിവിട്ടാണ്. ഇവന്റെ ഈ കുഞ്ഞിക്കാലുകളാണ് ഇതൊക്കെ. കണ്ട 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 കുഞ്ഞിക്കാലിന്റെ ഉടമ കേറി കേറി അവന്റെ കുഞ്ഞിക്കാലുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നിട്ട് കേറി തോന്നിക്കുന്നു. മോനും കളിക്കണ അവരെ വിട്ടുകൊടുത്തൂടെ. ഇവിടെ ഒരു കടി കാല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും അമ്മയും മോനും കൂടി കടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് വിടാത്തത്. ഗുണ്ടു ഇവിടെ പോലും ഇല്ല. കുളിച്ചിട്ട് വന്ന് കിടക്കണയാണ്. മൊത്തം ആക്കി ഇല്ലാതാക്കി. ഇവിടെ മൊത്തം ഇവനെ വെച്ച് തുടച്ചെടുത്താല. ഇവൻ കിടന്ന് ഞാൻ മൊത്തം മുറിവ് നോക്കുകയാണ് ഗൈസ്. ഇവിടെ ഒക്കെ ഉണ്ട് നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുറിവുകൾ. അല്ലാതെ വേറെ എവിടെ ഒരിടവും പോണല്ല. അവൻ്റെ അമ്മയായിട്ട് മാത്രമാണ് ഇവിടെ വരുമ്പോൾ ഒന്ന് കടി കൂടാൻ നിൽക്കുന്നത്. പാവൂലെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൂടുതൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. ഇവനാണ് കടിയായി. അവള് കടിച്ചാ പിച്ചോണ്ട് പോകും.
അവള് കടിച്ചപ്പിച്ചോണ്ടോ ഇവൻ പോയി ഇരന്ന് വാങ്ങിക്കും. രണ്ടുപേരും കളിക്കണമെന്ന് പറഞ്ഞിപ്പം നല്ല കടി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടയിലോട്ട് കിടക്കാം. അട ഉണ്ടാക്കാൻ ആദ്യം മാവിട്ടു, ശർക്കര ഇട്ടു, തേങ്ങ ഇട്ടു, എല്ലാം കൂടെ ഒന്ന് വിരവുക. അതൊക്കെ അമ്മയുടെ മീനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചക്കയില്ലേ, ചക്ക മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൾപ്പും കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചക്കയുടെ ഒരു മണമൊക്കെ കിട്ടുമ്പം നമ്മുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കൂടുമെന്നാണ് അമ്മയുടെ ഒരു പ്രമാണം. അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ബാറ്റർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എന്തു പറയാം, ഒന്നും ചേർക്കണ്ട, കുറച്ച് ഏലക്ക ചേർക്കുക. എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്ത് ചേർക്കട്ടെ എന്ന് ആലോചിച്ചപ്പോഴാണ് ഗൈസ് അതോർത്തത്. പിന്നെ എനിക്ക് കുറച്ച് അതിനകത്ത് വെക്കാനുള്ള, എനിക്കെന്ന് പറഞ്ഞാൽ ഗൈസ് ഉണ്ടാക്കിയത്. പക്ഷെ അമ്മ അവസാനം എല്ലാവർക്കും കൂടെ ഇട്ട്. കുഴപ്പമില്ല, ആദ്യമൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആളാണിത്. പിന്നെ ഇതാ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കിതെല്ലാം ഇങ്ങനെ ഉണ്ടയാക്കി ഓരോ ഇലയിൽ വെക്കാം. ഇലയൊന്നും ചന്തമില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കിട്ടിയത് വെച്ച് ഓണം പോലെ. അങ്ങനെ ഇതാ അമ്മയ്ക്ക് പിന്നെ ഒരു ആഗ്രഹം, മറ്റേ കോട്ടപ്പം ഉണ്ടാക്കണമെന്ന്. കോട്ടപ്പം നിങ്ങളുടെ ഭാഷയിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ സാധനം തെരളി അതാണ്. അപ്പം നിങ്ങളുടെ ഭാഷയിൽ തെരളീനെ എന്ത് പറയുമെന്ന് പറയൂ ഗൈസ്. ഞങ്ങളിവിടെ കോട്ടപ്പം, തെരളി എന്നൊക്കെ പറയും. ഓരോ ഐറ്റം ഓരോ ഇതിനെ നമ്മൾ തുറുവെച്ച ദോശ, അല്ലെങ്കിൽ ഇലയപ്പം, അട, ഇങ്ങനെ കുറേ പറയും ഗൈസ്. ഇതാണ് നമ്മുടെ എന്തോ സാധനം, ഞാൻ കോട്ടപ്പം. അമ്മ പറയുവാണ് ഈക്കിലില്ലാണ്ട് എങ്ങനെ വെക്കാന്ന്. പക്ഷെ ഇലയുടെ നീളം കൂടി പോയി, അതും ഫ്ലോപ്പായി ഗൈസ്. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ കാണിക്കാം. അത് കുറച്ച് മാവുടി ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു, നല്ലത്. ഇലയുടെ ബാക്കിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. പിന്നെ അമ്മയുടെ ഇത് കിടിലമാണ്, നിങ്ങൾ നോക്കണ്ട. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നും ഉണ്ടാക്കുന്ന സാധനമാണ്. ഇല്ല, അമ്മ ഉണ്ടാക്കും, ഞങ്ങൾക്ക് കൊണ്ടുതരും. അമ്മ ഇതുപോലെ വല്ല ആണ്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളേ. ഉണ്ടാക്കിയാലും അമ്മ ദോശ മാവ് മറ്റേ ഇതില്ലേ, അതിൽ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വെച്ച് തരും. അല്ലൊക്കെ എടുത്ത് വെക്കാൻ പാട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായി, കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ നല്ലതായിട്ട് വാ പൊള്ളി ഗൈസ്. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ എല്ലാവരെയും നാക്കു പൊള്ളി. പിന്നെ കൊള്ളാം ഗൈസ്, പക്ഷെ ചൂടായതുകൊണ്ട് തിന്നാനൊരു പേടി. അമ്മ കഴിയുമെന്ന് പറഞ്ഞിട്ട് കൊള്ളാം, നൈസ്, പക്ഷെ എൻ്റെ നാക്കും പൊള്ളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാ ഗുണ്ടു ഉറക്കമാണ്. അപ്പം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ഉറങ്ങണം, നിർബന്ധ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുഞ്ഞു മിനി വ്ളോഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ആരും സപ്പോർട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടാത്തത്. ഷോർട്ട് വീഡിയോ ഒക്കെ എങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ബൈ ബൈ, സി യു, ടാറ്റാ.